ഇന്ന് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമാണ്. ഓട്ടിസത്തെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്. കൃത്യമായി ഇതിലൊരു അവബോധം കൊടുക്കുകയാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഏപ്രിൽ 2-ാം തീയതി, അതായത് ഇന്നാണ് ഓട്ടിസം ദിനമായി ആചരിക്കുന്നത്. ഒരു കുഞ്ഞു ജനിച്ചാൽ മാതാപിതാക്കൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കുഞ്ഞിന്റെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ, ചിരിക്കുന്നതും കരയുന്നതും നടക്കാൻ തുടങ്ങുന്നതും സംസാരിക്കുന്നതും എല്ലാം കൗതുകത്തോടെയാണ് കാണുന്നത്. എന്നാൽ ചില കുഞ്ഞുങ്ങൾ വ്യത്യസ്തരായിരിക്കും. ഈ വ്യത്യസ്തതയ്ക്ക് ഓട്ടിസം ഒരു കാരണമാകാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നത് കേവലം ഒരു രോഗാവസ്ഥയുടെ പേരല്ല, ചെറുതും വലുതുമായ അനേകം അവസ്ഥകളുടെ കൂട്ടായ്മയാണത്. ഓട്ടിസം ബാധിച്ച ഓരോ കുട്ടികൾക്കും പ്രത്യേക കഴിവുകളും വെല്ലുവിളികളുമുണ്ട്. സാമൂഹ്യ ഇടപെടലുകളിൽ ഉണ്ടാകുന്ന കുറവ്, അസാധാരണമായ ചില പെരുമാറ്റങ്ങളും ശീലങ്ങളും, ആവർത്തന സ്വഭാവം, ഇങ്ങനെ ലക്ഷണങ്ങളും വ്യത്യസ്തമാണ്. രോഗനിർണയമാണ് ഏറ്റവും പ്രധാനം. നേരത്തെ കണ്ടെത്തിയാൽ വിദഗ്ധ നിർദ്ദേശത്തോടെ അവർക്ക് വേണ്ട പിന്തുണ നൽകാൻ കഴിയും. സ്പീച്ച് തെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി തുടങ്ങിയ ചികിത്സാ രീതികളിലൂടെ സാധാരണ ജീവിതം നയിക്കാൻ ഇവരെ പ്രാപ്തരാക്കണം. ഓർക്കുക, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് സഹതാപമല്ല, അവരെ കരുതലോടെ ചേർത്തു നിർത്തുകയാണ് വേണ്ടത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.